നേരെ നമുക്ക് ഒരിക്കൽ കൂടി ഈ അത്തച്ചമയ നഗരിയിലേക്ക് തിരികെ പോകാം. അമൽനാഥ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് പുതിയ കാഴ്ചകളെന്ന്. അമൽ, ആകെ ഒരു മിന്നിത്തിളങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഏത് കലാരൂപത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്? അവിടെയുള്ളവർക്ക് പറയാനുള്ളത് എന്താണ്? മനു, കണ്ണൂരുകാരനായതുകൊണ്ട് തന്നെ തേടിപ്പിടിച്ചെത്തിയ ഒരു കലാരൂപമാണ്. അതായത് കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരം, അതായത് തെയ്യത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. തെയ്യത്തിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുളികൻ തെയ്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരൊന്നും കണ്ണൂരുകാരല്ല, ഇവർ തൃശ്ശൂരിൽ നിന്ന് വന്നവരാണെന്നാണ് നമ്മോട് പറഞ്ഞത്. അതായത് നമുക്കതൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ, തെയ്യാണല്ലേ? തെയ്യമാണ് ഇത്. നമ്മുടെ കേരളത്തിലെ ഉത്തര മലബാർ ഭാഗത്ത് കെട്ടിയാടുന്നൊരു തെയ്യാണിത്. മലയ സമുദായത്തിലെ ആൾക്കാരാണ് ഇത് കെട്ടുന്നത്. ഗുളികൻ തെയ്യം എന്ന് പറയും. ഇതിവിടെ പരമശിവൻ്റെ ഇടത് തൃക്കാലിലെ തള്ളവരിൽ നിന്ന് പിളർന്നുണ്ടായ തെയ്യമെന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഐതിഹ്യത്തിൽ പറയുന്നത്. തെയ്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു കണ്ണൂരുകാരാണ് നിങ്ങളിന്ന്, പക്ഷേ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കണ്ണൂർ, അതിൻ്റെ ഒരു മോഡൽ. നമ്മളിവിടെ പ്രത്യേകിച്ച് അങ്ങനെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കെട്ടണതല്ലത്. ഇവിടെ നമ്മൾ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഈ തെയ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു ഘോഷയാത്രയ്ക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ചടങ്ങ് ആയിട്ട് ചെയ്യണതല്ല. കേട്ടോ, ആചാരങ്ങളുടെ ഭാഗമായി നിങ്ങൾ പോകാറില്ല? അല്ല, അങ്ങനെ കെട്ടിയാടുന്ന തെയ്യല്ല ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചാൽ മലയ സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് കെട്ടിയാടുള്ളൂ, ഒരു പ്രത്യേക ക്ഷേത്രത്തിലൊക്കെ. ഇവിടെ നമ്മളങ്ങനെയല്ല, ഘോഷയാത്രയ്ക്ക് അതിൻ്റെ ഒരു മോഡൽ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിലുള്ള ഗുളികൻ തെയ്യമല്ല. തെയ്യത്തെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക അല്ലേ? ആള് ഇപ്പോൾ ഈ ഗുളികൻ തെയ്യം 4 ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കെട്ടാം. അതിപ്പോൾ എല്ലാത്തിനും കെട്ട് കഴിയും. ഇപ്പോൾ നല്ല മറ്റെല്ലാ പോത്തുകളും പുറത്തേക്ക് മുടിയുണ്ട്, പാളുണ്ട്. പിന്നെ നമ്മൾ ഉടയാടുകളൊക്കെ, പാവാട, മറ്റ് കൈകെട്ടുകൾ, സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ മുഖം മൂടിയാണ് ഇതിനുള്ളത്. മറ്റേ മുഖത്തെഴുത്തില്ല. അങ്ങനെയാണ് ഗുളികൻ തെയ്യം ചെയ്യുന്നത്. മുഖപ്പാളില്ലോണ്ട് മുഖത്തെഴുത്ത് വേണ്ട, മുഖത്തെഴുത്തില്ല. മറ്റു തെയ്യങ്ങൾക്കൊക്കെ നമുക്ക് മുഖത്തെഴുത്തുണ്ടാവും, വരയ്ക്കുന്നതൊക്കെ ചെയ്യുമല്ലോ. ഇതിനങ്ങനെയില്ല. രാവിലോടുകൂടി തന്നെ തുടങ്ങിയോ? അല്ല, പുലർച്ചയോടുകൂടി തുടങ്ങിയോ? 2 മണിക്കൂർ തുടങ്ങിയത്. അത് കുറച്ച് വർക്കുണ്ട്, കുരുത്തോലയുടെ പണികൾ കുറച്ച് ചെയ്യാനുണ്ടല്ലോ. കുരുത്തോലയുടെ പണിയാണ് മെയിനായിട്ട് ഇതിൻ്റെ വരുന്നത്. കൂടുതൽ പണി അതിനാണ് വരുന്നത്. മുടിയൊക്കെ അതിലാണ് തീർക്കുന്നത് അല്ലേ? മുടിയൊക്കെ അതിന് വേണ്ടി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ മുടി കെട്ടണതൊക്കെ ഈ തെയ്യങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ മുടിയും കെട്ടി എല്ലാം കഴിഞ്ഞാൽ റെഡിയായി. നിങ്ങൾ എങ്ങനെയാണ് ഈ തെയ്യത്തെക്കുറിച്ച് പഠിച്ചത്? അതായത് തൃശ്ശൂരുകാരാണെന്ന് പറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്? തെയ്യത്തെക്കുറിച്ച് പഠിച്ചത് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും പലതൊക്കെ ഇത് കണ്ട് നമുക്കൊരു താല്പര്യം തോന്നി. ഇത് ജനങ്ങളൊക്കെ അറിയേണ്ടതാണെന്ന്, പരിചയപ്പെടുത്തേണ്ടതാണെന്ന് തോന്നി. നാടൻ കലകളൊക്കെ ആളുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണൂരുകാരുടെ തെയ്യത്തെ തൃശ്ശൂരുകാരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ തെയ്യത്തെക്കുറിച്ച് പഠിച്ച് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരുകാർ തെയ്യം കെട്ടി ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ്. 4 ഗുളികൻ തെയ്യങ്ങളാണ് ഇറങ്ങുക. ഇതായപ്പോൾ മുടികളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ തെയ്യയുടെ ഏകദേശം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുടി വെച്ചു അല്ലേ? മുടി വെച്ചിട്ടില്ല, കെട്ടി തുടങ്ങണുള്ളൂ, കൊലം വെച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുക്കങ്ങൾ കാലത്തൊരു വെളുപ്പിനൊന്ന് കുരുത്തോലൊക്കെ സെറ്റ് എല്ലാം ചെയ്തു. ഇപ്പോൾ 9 മണിക്കല്ല പരിപാടി, 9 മണിക്കാണ് പരിപാടി. ബാക്കി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സമയങ്ങളില്ല, നമുക്ക് മുഖം മൂടിയാണ് വന്നത്, പിന്നെ പെട്ടെന്ന് കഴിയും. അതെ, തിരക്കിലാണ്. അപ്പോൾ അവരൊക്കെ ഈ പണിയുടെ തിരക്കിലാണ്. അതുകൊണ്ട് ഗുളികൻ തെയ്യത്തിന്റെ ഒരു മാതൃക നമ്മുടെ മുൻപിലേക്ക് നൽകുകയാണല്ലേ അവർ. കാസർഗോഡിന്റെ ചില മേഖലകളിൽ കെട്ടിയാടുന്ന തെയ്യമാണ് ഗുളികൻ തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാർ നമ്മുടെ മുൻപിലേക്ക് നൽകുകയാണ്. നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നാടുകൾ, പല സംസ്കാരങ്ങൾ, പല മനുഷ്യർ. പക്ഷേ മലയാളം, കേരളം എന്ന ഒറ്റ പേരിലേക്ക് ഒരുമയായി എത്തുന്ന കാഴ്ച എത്ര സുന്ദരമാണ്. 1 മിനിറ്റ് തുടരുക അമൽ, ഞാൻ അമലിലേക്ക് മടങ്ങി വരാം. എന്നോടൊപ്പം അർച്ചന കൂടിയുണ്ട് മറ്റൊരു ഭാഗത്ത് നിന്ന്, ഈ അത്തച്ചമയത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന്. അർച്ചന, എവിടെയാണ് നിൽക്കുന്നത്? ആ നിൽക്കുന്ന ഇടത്ത് അത്തച്ചമയത്തിന്റെ എന്തൊരുക്കങ്ങളാണ് നടക്കുന്നത്? മനു, നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ കരിങ്കാളി രൂപമാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളൊക്കെയാണിത്. അതാണ് ഇവിടെ തയ്യാറെടുക്കുന്നത്. അതിനുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഓരോ കലാകാരന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ അവർ അണിഞ്ഞൊരുങ്ങുന്നതാണ്. ചേട്ടാ, ഏകദേശം കഴിയാറായോ? കഴിയാറായി. ഒറ്റയ്ക്കാണോ ഒരുങ്ങുന്നത്?
അല്ല അവർ കൂട്ടത്തിലുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഇട്ട് റെഡിയായി നിൽക്കുകയെന്ന് മാത്രം. കെട്ടിത്തരണം നിനക്ക് ആൾ വരും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആധികാരികമായിട്ട് എനിക്കിത് പറയാനറിയില്ല. ഇത് കരിങ്കാളി അല്ലേ? ആ ഇത് നൃത്തം ചെയ്യാണോ? ആ ചൂട് പണ്ട് മറ്റേ എന്താ പറയുക ഭഗവതിയുടെ ഒരു അനുഷ്ഠാന കലയായിട്ട് കൊണ്ട് നടന്നിരുന്നതാണ്. മെയ്യെഴുത്തൊക്കെ ആ ഇപ്പോൾ ഓരോ കലാരൂപം ഇങ്ങനെ ഒരുങ്ങുകയാണ്, നമ്മളതിങ്ങനെ കാണുകയാണ്. ചിലർ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പുലിക്കളിയാണ് ഓണത്തിൻ്റെ ഒരു പ്രധാന കലാരൂപമായി പറയുന്നത്. അതിവിടെ മറ്റൊരു ഭാഗത്ത് തയ്യാറെടുക്കുകയാണ്. ഈ മെയ്യെഴുത്ത് അടക്കം മണിക്കൂറുകളോളമായി അത് പുരോഗമിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഈ പുലിക്കളി കാണാം. അവിടെ ഓരോരുത്തരാളായി ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചാളുകൾ മാത്രമാണ് ഒരുങ്ങാൻ ബാക്കിയുള്ളത്. എന്തായാലും ഇതെല്ലാം കൂടി ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി നമ്മൾ പറയേണ്ടതില്ല. അത് കാണാനായി കാഴ്ചക്കാർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട ഒരു പ്രയത്നമാണ്. അതോടുവിൽ ഈ നഗരവീഥികളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഓരോ പുലികളായി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്. ചേട്ടാ കഴിയാറായോ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ വരുന്നേ? തൃശ്ശൂർ. എന്നാ കൊല്ലം വരുന്ന ആളുകൾ? ഞാൻ ആദ്യമായിട്ടാണ് അവിടെ. ആകാംക്ഷ ഉണ്ട് അതിന്റെ. എത്ര മണി? ഇത് ഇപ്പോൾ ഒരു പുലർച്ചൊരു 4 മണി തൊട്ട് തുടങ്ങിയതാ. മണിക്കൂറുകൾ വേണം. തുടങ്ങിയിട്ട് ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അവസാന ഘട്ടമാണത്. ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്. പലർക്കും പല രീതിയിലായി. പല രീതിയിലാണ്. എന്തായാലും എല്ലാവരും ഇങ്ങനെ അണിഞ്ഞ് ഒരുങ്ങുകയാണ്. അതിനുള്ള അവസാന ഘട്ടം. ഇവിടെ ഒരാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ചിലർ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പൂർണ്ണമായും വേറൊരു കലാരൂപമാണ്, അതായത് നിശ്ചല ദൃശ്യങ്ങളാണ്. അത് ഇവിടെ ഒരുങ്ങുകയാണ്. ഇത് ഇന്നലെ തുടങ്ങിയ കലാരൂപങ്ങൾ ഒരുങ്ങുന്നതാണ്. ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. നിശ്ചല ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. ഏകദേശം 60-ൽ പരം കലാരൂപങ്ങളാണുള്ളത്. അതിൽ തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഒപ്പം മറ്റ് നാടൻ കലാരൂപങ്ങളും എല്ലാം തന്നെ അതിൽ പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ റോഡിലൂടെ ചുവട് വെച്ചാണ് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്ക് കാണാനായി ഇരുഭാഗങ്ങളും അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ചുവട് വെച്ചാണ് ഈ നഗരവീഥികളിലൂടെ കറങ്ങുക. ഏകദേശം 4 കിലോമീറ്ററിലധികം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ ശേഷമാണ് അത്തം ഗ്രൗണ്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തുക. അങ്ങനെ ഒരു കലാകാരന്മാരുടെ ദിവസങ്ങൾ നീണ്ട പ്രയത്നം, അതാണ് ഇനി റോഡിൽ നമ്മൾ കാഴ്ചക്കാർ കാണാൻ പോകുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വലിയ ആഘോഷം തന്നെയാണ് ഈ അത്തച്ചമയം. ഒരുമയുടെ അല്ലെങ്കിൽ മലയാളികൾ ഒന്നൊരുമിക്കുന്ന, ഒരു വേലിക്കെട്ടുകളും ഇല്ലാതെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷം. എന്തായാലും ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം മലയാളികളെ പോലെ തന്നെ നമുക്ക് ആകാംക്ഷയുണ്ട്. കാരണം നമ്മളതൊക്കെ ഓരോ ഘട്ടമായി കാണുകയാണ്. പക്ഷേ അതൊക്കെ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ വർണ്ണാഭമായ കാഴ്ചയ്ക്ക് ഞാനും അമലും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അല്ലേ അമൽ? തീർച്ചയായും. അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു. കഴിഞ്ഞ തവണയാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഓണത്തിൻ്റെ സമയത്ത്. ഇപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. എന്തിനായാലും ഇനി ഇത് റോഡിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ നഗരത്തിലേക്ക് ഇറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ ആവേശത്തിൽ തന്നെയാണ് കലാകാരന്മാരും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ നഗരങ്ങളുടെ ഓരോ ഭാഗങ്ങളിലും ആളുകളൊക്കെ തടിച്ചുകൂടി കഴിഞ്ഞു. അവർ അവരുടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഓരോ കലാരൂപങ്ങളും ഓരോ കലാകാരന്മാരും അതിൻ്റെ വാദ്യഘോഷങ്ങളും അതെല്ലാം തന്നെ അങ്ങ് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കേരള സംസ്കാരം അല്ലെങ്കിൽ കേരള തനിമ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ തൃപ്പൂണിത്തുറയുടെ നഗരവീതിയിൽ ഒരുമിച്ച് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും നിങ്ങളിലൂടെ ആ കാഴ്ചകൾ കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. അമൽ, അർച്ചന, ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ കലാരൂപങ്ങൾ വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വീണ്ടും തിരികെ വരാം.